കാനഡയിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട പ്രായമായ പൗരന്മാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഒരു സുപ്രധാന അപ്ഡേറ്റാണ് കാനഡ റവന്യൂ ഏജൻസി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2025 ജൂലൈ മുതൽ കാനഡയിലെ മുതിർന്ന പൗരന്മാർക്ക്, പ്രത്യേകിച്ച് 75 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്ക് പ്രതിമാസം $808.45 ഓൾഡ് ഏജ് സെക്യൂരിറ്റി പെൻഷൻ ലഭിക്കും. CRA ഇത് ഔദ്യോഗികമായി ഉറപ്പാക്കിയിട്ടുണ്ട്. 2025 ജൂലൈ 29-നാണ് ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുക. OAS പ്രോഗ്രാം വഴി കാനഡയിലെ പ്രായമായ ആളുകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ലഭിക്കും. എന്നാൽ ഈ തുക എല്ലാവർക്കും ഒരേപോലെ ആക്കിയിരിക്കില്ല. 65-നും 74-നും ഇടയിൽ പ്രായമുള്ളവർക്ക് പ്രതിമാസം $734.95 ലഭിക്കുമ്പോൾ അവരുടെ വാർഷിക വരുമാനം $1,48,451 കുറവായിരിക്കണം. 75 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്ക് $808.45 ലഭിക്കുമ്പോൾ അവരുടെ വരുമാനം $1,54,196 താഴെയായിരിക്കണം. വിലക്കയറ്റത്തിനനുസരിച്ച് എല്ലാ മാസവും ഈ തുകയിൽ CRA മാറ്റങ്ങൾ വരുത്തുമെന്നത് ഏറെ ആശ്വാസകരമാണ്. ഈ പെൻഷൻ ലഭിക്കാൻ ചില യോഗ്യതാ മാനദണ്ഡങ്ങളുണ്ട്. നിങ്ങൾക്ക് 65 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുണ്ടായിരിക്കണം. 75 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഉയർന്ന തുക ലഭിക്കുക. കാനഡയിലെ പൗരനോ സ്ഥിരതാമസക്കാരനോ ആയിരിക്കണം. 18 വയസ്സിന് ശേഷം കുറഞ്ഞത് 10 വർഷമെങ്കിലും കാനഡയിൽ താമസിച്ചിരിക്കണം. നിങ്ങൾ കാനഡയ്ക്ക് പുറത്താണ് താമസിക്കുന്നതെങ്കിൽ 18 വയസ്സിന് ശേഷം 20 വർഷമെങ്കിലും കാനഡയിൽ താമസിച്ചതിൻ്റെ രേഖകൾ ആവശ്യമാണ്. ജൂലൈ 29 കൂടാതെ 2025 OAS പേയ്മെൻറ്റ് ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 25, ഒക്ടോബർ 29, നവംബർ 26, ഡിസംബർ 22 എന്നീ തീയതികളിൽ ലഭിക്കും. സാധാരണയായി എല്ലാ മാസത്തിലെയും അവസാനത്തെ പ്രവൃത്തി ദിവസമാണ് OAS തുക ലഭിക്കുക. 75 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്ക് 2022 ജൂലൈ മുതൽ 10% അധിക തുക ലഭിക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾക്കും കണക്കെടുത്താണ് ഈ തീരുമാനം. 75 വയസ്സ് തികഞ്ഞതിന് ശേഷമുള്ള അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിച്ചു തുടങ്ങും. OAS പെൻഷനോടൊപ്പം മറ്റു ചില ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തേത് ഗ്യാരണ്ടീഡ് ഇൻകം സപ്ലിമെൻ്റ് ആണ്. കുറഞ്ഞ വരുമാനമുള്ള OAS അപേക്ഷകർക്ക് ലഭിക്കുന്ന നികുതിരഹിത സഹായമാണിത്. പ്രതിമാസം ഏകദേശം $1,097 വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് കാനഡ പെൻഷൻ പ്ലാൻ ആണ്. നിങ്ങൾ ജോലി ചെയ്ത കാലയളവിലെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന പെൻഷനാണിത്. 2025 പ്രതിമാസം ഏകദേശം $1,433 വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. OASന് അർഹരായ മിക്കവർക്കും അപേക്ഷിക്കാതെ തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കും. നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കാനഡ വെബ്സൈറ്റിലെ OAS ബെനിഫിറ്റ് എസ്റ്റിമേറ്റർ ഉപയോഗിച്ച് നിങ്ങളുടെ യോഗ്യത പരിശോധിക്കാം. അല്ലെങ്കിൽ മൈ സർവീസ് കാനഡ അക്കൗണ്ട് വഴി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും സഹായം ആവശ്യമെങ്കിൽ സർവീസ് കാനഡയുമായി ബന്ധപ്പെടാൻ മടിക്കരുത്. ചില പ്രധാന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 75 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്ക് $808.45 പരമാവധി ലഭിക്കുക. വിലക്കയറ്റമനുസരിച്ച് എല്ലാ മാസവും ഈ തുകയിൽ മാറ്റങ്ങൾ വരും. ഈ വർധനവ് ലഭിക്കാൻ OAS വാങ്ങുന്നവർ ഒന്നും ചെയ്യേണ്ടതില്ല. ഇത് ഓട്ടോമാറ്റിക്കായി ലഭിക്കും. OAS തുക നികുതി വിധേയമായ വരുമാനമാണ്. നിങ്ങളുടെ വാർഷിക വരുമാനം $90,997 കൂടുതലാണെങ്കിൽ നികുതി അടയ്ക്കേണ്ടി വന്നേക്കാം. നിങ്ങളുടെ പെൻഷൻ വരുമാനം വർദ്ധിപ്പിക്കാൻ ചില വഴികളുണ്ട്. CPPയിലേക്ക് കൂടുതൽ പണം അയക്കുക. OAS ലഭിക്കാൻ 18 വയസ്സിന് ശേഷം 40 വർഷമെങ്കിലും കാനഡയിൽ താമസിക്കുക. CPP 65 വയസ്സിന് ശേഷം വാങ്ങിയാൽ ഓരോ മാസം വൈകുന്തോറും 0.7% വീത തുക കൂടും. RRSP, TFSA പോലുള്ള സ്വകാര്യ സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ പെൻഷൻ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതേസമയം 2025 ജൂലൈയിൽ $2,500 പുതിയ പെൻഷൻ പദ്ധതി ഉണ്ടെന്ന തരത്തിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. 2025 ജൂലൈയിൽ $2,500 പുതിയ പെൻഷൻ പദ്ധതിയില്ല. ഇത് CPP ഡെത്ത് ബെനിഫിറ്റിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന് വന്ന പ്രചാരണമാണ്. CPP, OAS എന്നിവയിൽ നിന്ന് പരമാവധി $2,767.95 മുതൽ $2,241.45 വരെയാണ് ലഭിക്കാൻ സാധ്യതയുള്ള പരമാവധി തുക. GIS, സ്വകാര്യ പെൻഷൻ, സമ്പാദ്യം എന്നിവയിലൂടെ നിങ്ങൾക്ക് $2,500 കൂടുതൽ വരുമാനം നേടാൻ സാധിക്കും. കാനഡയിലെ പ്രായമായ പൗരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഈ പുതിയ മാറ്റങ്ങൾ തീർച്ചയായും സഹായിക്കും. നിങ്ങളുടെ പെൻഷനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾക്കായി സർവീസ് കാനഡ അല്ലെങ്കിൽ CRAയുടെ മൈ സർവീസ് കാനഡ അക്കൗണ്ട് എന്നിവയെ ആശ്രയിക്കുന്നത് നല്ലതാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.